ഹലോ, എൻ്റെയും തമ്പുരുക്കുട്ടിയുടെ ഇന്നത്തെ ഒരു ദിവസം കണ്ടാലോ? ഞാൻ അടുക്കളയിലായിരുന്നു കേട്ടോ. ഇവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ വന്നതാണ്. ഹാപ്പി മൂഡാക്കി എടുക്കാനുള്ള പ്രയത്നമായിരുന്നു. അത് കഴിഞ്ഞ് ജിതിയേട്ടൻ ബ്രഷ് ചെയ്യണത് കണ്ടപ്പോൾ അവൾക്ക് ബ്രഷ് വേണം. അവൾക്ക് ചെറിയ ബ്രഷൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അവൾക്ക് ഞങ്ങളുടെ ബ്രഷ് തന്നെ മേടിക്കണം. അങ്ങനെ ഞാനും തമ്പുരുക്കുട്ടിയും കുറച്ച് നേരം ഗുസ്തി പിടിച്ചിട്ട് അവൾക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ. പല്ലൊക്കെ തേച്ച് നല്ല കുട്ടിയായിട്ടുണ്ട്. ദോശയും ചട്നിയാണ് കേട്ടോ അവൾക്ക് കൊടുക്കുന്നത്. അവൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത് നല്ല ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. എളുപ്പമല്ല കേട്ടോ. ടി വിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞ് എങ്ങനെയൊക്കെ കഴിക്കും. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഞാൻ അവളവിടെ നിർത്തിയിട്ട് ഞാൻ ചായ കുടിക്കാനായിട്ട് എടുത്തു കേട്ടോ. അവൾ മുഴുവനൊന്നും കഴിച്ചില്ല. അവളവിടെ ഗുസ്തി പിടിക്കണോണ്ട് എനിക്ക് പേടിച്ചിട്ടാണ് അവളെയും കൂടെ നോക്കിയിട്ട് ഞാൻ ചായ കുടിക്കുന്നത്. പിന്നെ ഞാൻ എണ്ണയൊക്കെ തേപ്പിച്ച് മുറ്റത്ത് നിർത്തിയിട്ട് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഇനിയാണ് എൻ്റെ പരിപാടി, ക്ലീനിങ്ങൊക്കെ. അപ്പോൾ ആദ്യം റൂമിലോട്ട് വന്നു, തലവണി ഷീറ്റൊക്കെ ശരിക്കൊക്കെ വിരിച്ചു, ഷീറ്റൊക്കെ മടക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഹാളിലാണെങ്കിൽ തമ്പുരുക്കുട്ടിയുടെയും പാറുക്കുട്ടിയുടെയും കളിക്കണ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇതുപോലെ സോഫയുമ്പോൾ നല്ല ഭംഗിയിൽ വിരിച്ചിട്ടുണ്ടും കാര്യമൊന്നുമില്ല. പാറുക്കുട്ടിക്കും തമ്പുരുക്കുട്ടിക്കും തീരെ അതുമ്പോൾ ഷീറ്റ് കിടക്കുന്നത് ഇഷ്ടമല്ല. രണ്ട് ഷീറ്റും വലിച്ചെറിയും കേട്ടോ അവർ. അപ്പോൾ ഞാൻ വേഗം ഹോളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഷീറ്റൊക്കെ വിരിച്ചു സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരെ കളിപ്പാട്ടങ്ങൾ അത് പിന്നെ എത്ര പറക്കി വെച്ചാലും അതേപോലെ ആയിരിക്കും. ഇപ്പം ഞാൻ അടിച്ചു വാരി എല്ലോണം തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി തമ്പുരുക്കുട്ടി അകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കോലവും മാറും. അങ്ങനെ എല്ലാവരും അടിച്ചൊരു തുടച്ചു കേട്ടോ. അതാണ് ഞങ്ങളുടെ റൂം. പിന്നെ ഹോളൊക്കെ അടിച്ചൊരു തുടച്ചു നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ കോലൊക്കെ മാറും. അങ്ങനെ മുറ്റത്ത് നിന്ന് തമ്പുരുക്കുട്ടീനെ എടുത്ത് കുളിപ്പിച്ച് സുന്ദരിക്കുട്ടി ആക്കിയിട്ട് അവിടെ കൊടുന്നിരുത്തിയിട്ടുണ്ട് കേട്ടോ. പുരി കഴുതാനൊന്നും സമ്മതിക്കില്ല. ഉറങ്ങിക്കഴിഞ്ഞാലാണ് അതിനൊക്കെ സമ്മതിക്കുള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തെ കളിക്കണതൊക്കെ ആയിട്ട് അവിടെ നല്ല കുട്ടിയായിട്ടിരുന്ന് കളിച്ചു. ആ നേരം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് വാഷിംഗ് മെഷീനിൽ തിരുമ്പാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തിട്ട് വിരിച്ചിടാനായിട്ട് പോയി. അപ്പോൾ വെയിൽ വരുമ്പോഴത്തേനും വിരിച്ചിട്ട് കഴിഞ്ഞാൽ സുഖമാണ്, പെട്ടെന്ന് തന്നെ ഉണങ്ങി നമുക്ക് മടക്കി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പുറത്ത് തന്നെയാണ് ഇടണത് കേട്ടോ. സാധാരണ മുകളിലൊക്കെയാണ് ഇടാറ്. പക്ഷെ നല്ല വെയിലുള്ളത് കൊണ്ട് ഇപ്പോൾ എല്ലാ ഡ്രസ്സും ഞാൻ പുറത്ത് തന്നെയാണ് വിരിച്ചിടാറ് കേട്ടോ. അത് കഴിഞ്ഞ് അകത്തോട്ട് പോയപ്പോൾ ഇതാണ് അവളുടെ അംഗം വിട്ട് ജനലിൻ്റെ മുകളിൽ കുത്തിപ്പിടിച്ച് കയറി. അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയി കുളിച്ചു. ഇനി തമ്പുരുക്കുട്ടിക്ക് ഊതിക്കാനായിട്ട് പോകണം. അവൾക്ക് നല്ല വാശിയാണ് കേട്ടോ. ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ അവൾക്ക് ഉച്ചയായപ്പോൾ ചോറ് കൊടുക്കാനായിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ കൊടുത്തു, എങ്ങനെയൊക്കെയോ കൊടുത്തു എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഊതിക്കാനായിട്ട് പോവുകയാണ്. എവിടേക്കോ കറങ്ങാൻ പോകുന്ന സന്തോഷത്തിനാണ് കേട്ടോ അവൾക്കറിയില്ലല്ലോ ഊതിക്കാനാണെന്ന്. അങ്ങനെ ഞങ്ങൾ കാർ എടുത്തിട്ടാണ് പോയത് കേട്ടോ. വെയിലല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കാർ എടുത്തത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ശരിക്കും പണി കിട്ടി. അവിടെ റോഡ് പണി നടക്കണോണ്ട് റോഡ് ക്ലോസ് ആയിരുന്നു. അതേപോലെ തന്നെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് ജിതിയേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതുമ്മ കയറിയിട്ട് ഊതിക്കാനായിട്ട് പോയി. അപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെയുള്ള കുട്ടീനായിട്ട് ഗംഭീര കളിയായിരുന്നു തമ്പുരുക്കുട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊതിക്കലൊക്കെ കഴിഞ്ഞു നേരെ പോയത് റീനാൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. റീനാൻ്റെ വീട്ടിലോട്ട് വന്നത് എന്തിനാണെന്നറിയോ? ജിതേട്ടൻ കുറച്ചായി എന്നോടൊരു ആഗ്രഹം പറയണു, കാത് കുത്തണം എന്ന്. അപ്പോൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ, അതിനായിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. ആദ്യം കാതിൽ പൊട്ടുകുത്തി നോക്കി ഭംഗിയുണ്ടോയെന്ന്, ഭംഗിയുണ്ടെങ്കിൽ കുത്താന്ന് പറഞ്ഞു. എനിക്കും ജിതേട്ടനും ഇഷ്ടമായി കേട്ടോ പൊട്ടുകുത്തി നോക്കിയപ്പോൾ. അപ്പോൾ പിന്നെ കുത്താന്ന് വിചാരിച്ചിട്ട് അങ്ങ് കുത്തി. ഒരു എക്സ്പ്രഷൻ ഇടാത്ത മനുഷ്യൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു വേദന ഉണ്ടായില്ല എന്നാണ് പറയണത്. അപ്പോൾ കാത് കുത്തിയപ്പോൾ നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിടരുതല്ലോ, സ്റ്റാറ്റസ് ഇടാനായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ആ കപ്പിൾ ഫോട്ടോ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് നിറച്ചിട്ടുണ്ട്. അവിടുന്ന് പിന്നെ നേരെ വീട്ടിലോട്ട് പോയി തമ്പുരുക്കുട്ടീനെ മേലൊക്കെ കഴുകി സുന്ദരിക്കുട്ടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവളിട്ട് മുറ്റത്തൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു ഈവനിങ് ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ അവൾ വണ്ടി ഉന്തി കളിക്കുകയാണ്. അതിനിടയിൽ ഞാൻ അവളെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. പാറുകുട്ടി ഇല്ലാത്തത് കൊണ്ട് തമ്പുരുക്കുട്ടിക്ക് കുറച്ച് വിഷമമുണ്ട് കേട്ടോ. മറ്റേത് അവർ രണ്ടുപേരും ഒരുമിച്ച് മുറ്റത്ത് കളിക്കുകയാണ് ചെയ്യാറ്. പാറുക്കുട്ടി മാമൻ്റെ വീട്ടിലോട്ട് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കായ കാരണം ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് അവൾക്ക്. അങ്ങനെ അതാ എൻ്റെ മണ്ടയ്ക്കും അടി കൊണ്ടു, അവളെ മണ്ടയ്ക്ക് അടി കൊണ്ടു. അത് കഴിഞ്ഞ് ഞാൻ വേഗം അകത്തോട്ട് കൈയും കാലൊക്കെ കഴുകി കയറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കാർഡ്സൊക്കെ എടുത്തിട്ട് കളിച്ചു. പിന്നെ ഉറക്കാനായി റൂമിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ അവൾക്ക് ലൈറ്റ് ഇടണം. അങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് കുറച്ച് നേരം കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി. അപ്പോൾ പിന്നെയുള്ള വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ തമ്പുരുക്കുട്ടീനെ ഉറക്കി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കുട്ടി ദിവസം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓരോ ദിവസങ്ങളും നീങ്ങിപ്പോണത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.